ഞാൻ പിന്നിലേക്ക് നോക്കിയില്ല. ജീവനം കൊണ്ട് ഓടി. പിന്നിൽ ആ ചെറുകടി ശബ്ദം കൂടുതൽ അടുത്തേക്ക് വരുന്നു. പെട്ടെന്ന് അർജുന്റെ ഒരു നിലവിളി ഞാൻ കേട്ടു. എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു നിലവിളി. ഞാൻ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. ഞാൻ കണ്ടു, അന്തരീക്ഷത്തിൽ ചിറകുകൾ വെടിച്ചു നിൽക്കുന്ന ആ ഭീകരരൂപം അർജുനെ റാഞ്ചി എടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്ത നിമിഷം അവർ ഇരുട്ടിലേക്ക് മാറുന്നു. ഞാൻ ഓട്ടം നിർത്തിയില്ല. എത്ര നേരം ഓടിയെന്ന് എനിക്കറിയില്ല. എന്റെ കാഴ്ച മങ്ങി, ശരീരം തളർന്നു. ഞാൻ ബോധരഹിതയായി വീണു. കണ്ണു തുറക്കുമ്പോൾ നേരം വെളുത്തിരുന്നു. ചുറ്റും വെളുത്ത സീലിംഗും ആശുപത്രിയിലെ ഗന്ധവും. ഒരു പോലീസ് ഓഫീസർ എന്റെ അരികിൽ നിൽപ്പുണ്ടായിരുന്നു. റോഡരികിൽ ബോധരഹിതയായി കിടന്ന എന്നെ അവർക്ക് കിട്ടിയതാണ്. രക്തക്കറകളോ കാൽപ്പാടുകളോ ഒന്നുമില്ല. അർജുനെ മാത്രം കാണാനില്ല. അരികിലെ ടേബിളിലിരുന്ന പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞ് മടങ്ങിയ യുവാവിനെ കാണാനില്ല. അതിൽ അർജുന്റെ ഫോട്ടോയുണ്ടായിരുന്നു. ആ ജീവിയെക്കുറിച്ച് ഞാൻ അവരോട് പറയാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ആ ഷോക്കിൽ എന്തൊക്കെയോ പറയുകയാണെന്ന് അവർ കരുതി. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. മൃതദേഹമോ തെളിവുകളോ ഒന്നുമില്ല. അതൊരു മിസ്സിംഗ് കേസായി മാത്രം അവശേഷിച്ചു. പക്ഷെ ഇന്നും എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും കൃത്യം 12 മണി കഴിയുമ്പോൾ എന്റെ വീടിന് പുറത്ത് ഞാൻ ആ ശബ്ദം കേൾക്കാറുണ്ട്. ചിലപ്പോൾ ധൈര്യം സംഭരിച്ച് ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കും. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് മുകളിൽ ഒരു നിഴലിരിക്കുന്നത് കാണും. ആ ചുവന്ന കണ്ണുകൾ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. അന്ന് രാത്രി അത് ഒരാളെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. ഇനി എന്റെ ഊഴമാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇതുപോലുള്ള കഥകൾ ഇനിയും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.